ഞാനൊരു മുസ്ലിം കുട്ടിയാണ് എന്ന് വെച്ചിട്ട് മതത്തിന്റെ പേരിൽ മനുഷ്യരുണ്ടാക്കിയ ചട്ടക്കൂടിന്റെ ഉള്ളിൽ വേർപ്പ് മുട്ടിയിരിക്കാൻ എന്നെ കിട്ടൂല. മനുഷ്യരുണ്ടാക്കിയ ചട്ടക്കൂടോ? അത് ശരി. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിലെ 59-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല നമ്മളോട് കൽപ്പിച്ചതാണ്, അല്ലാതെ മനുഷ്യരുണ്ടാക്കിയ ചട്ടക്കൂടല്ല. ഞാൻ നിസ്കരിക്കുകയും ഓദ്യം ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അതിലൂടെ എനിക്കൊരു പോസിറ്റിവിറ്റി കിട്ടുന്നുണ്ട്, ഒരു സമാധാനം കിട്ടുന്നുണ്ട്. സോ ഞാൻ അത് ഫോളോ ചെയ്യുന്നു. അല്ലാണ്ട് തട്ടോ ഇട്ട് വേണ്ട ഇങ്ങനെ മുടിയും കാണിക്കാണ്ട് മൂടി പുറച്ച് നടന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ചൂടല്ലാണ്ട് വേറെ ഒരു തേങ്ങയും കിട്ടുന്നില്ല. എന്തൊക്കെയാണ് സഹോദരി പറഞ്ഞു പോകുന്നത്? നിങ്ങൾ തന്നെയല്ലേ ഇവിടെ പറഞ്ഞത് ഖുർആൻ ഓതുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ പോസിറ്റിവിറ്റി കിട്ടുന്നുണ്ട്. ഓക്കെ, ഈ പോസിറ്റിവിറ്റി തരുന്നത് ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലെയുള്ള ആപ്പുകളാണോ? സൃഷ്ടാവാകുന്ന റബ്ബല്ലേ കണ്ണിന് കാഴ്ച നൽകി, കാതിന് കേൾവി നൽകി, കൈക്ക് പിടിക്കാനും കാലിന് നടക്കാനും ഒക്കെയുള്ള ശേഷി നൽകി. എത്രത്തോളം ഈ വായിട്ടലക്കുന്നതിൻ്റെ പിന്നിൽ പോലും സൃഷ്ടാവിൻ്റെ ആ വലിയ കഴിവല്ലേ? ഇതൊക്കെ അറിഞ്ഞിട്ടും എന്തിനാണ് ഇങ്ങനെ സൃഷ്ടാവിൻ്റെ കൽപ്പനകളെ പരിഹസിക്കുന്നത്? ചൂടിൻ്റെ വലിയൊരു ലോകം വരാനുണ്ട്. ആ ലോകത്തുള്ള തണുപ്പിനു വേണ്ടിയാണ് നമ്മളുടെ ഈ ചെറിയ ലോകത്ത് നാം സഹിക്കുന്ന ഈ ചെറിയ ചൂടുകളുടെ പിന്നിലുള്ള ആ വലിയ സത്യമെന്ന് ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം പരിഹാസത്തോടു കൂടി അവസാനം പറഞ്ഞല്ലോ, എന്ത് തേങ്ങ കിട്ടാനാണെന്ന്. ഇവിടെ ചിന്തിക്കുക, പരീക്ഷയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ അടുത്ത് എന്നിട്ട് നീ ഉറക്കമൊഴിച്ച് പഠിച്ചിട്ടൊക്കെ നിനക്ക് എന്ത് തേങ്ങ കിട്ടാനാ എന്ന് ചോദിച്ചാൽ അവൻ്റെ മറുപടി, അടുത്തതായി എൻ്റെ മുന്നിലേക്ക് വരുന്ന പരീക്ഷ, ആ പരീക്ഷയിലൂടെ ഇതിൻ്റെ ഫലം ഞാൻ കാണിക്കുമെന്നാണ് ആ കുട്ടി കരുതുന്നത്. അതുപോലെ തന്നെയാണ് തട്ടം തലയിലേക്ക് വെക്കുന്ന സഹോദരി ചിന്തിക്കേണ്ടത്. നാളെ എനിക്കൊരു വിചാരണയുടെ ലോകം വരാനുണ്ട്. ആ ലോകത്തുള്ള പരീക്ഷയിൽ എനിക്കുള്ള റിസൾട്ട് ഞാൻ ഈ സഹിക്കുന്ന ഈ ചൂട് തന്നെയാണെന്ന് അന്ന് തെളിയുക തന്നെ ചെയ്യും. അതുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ എന്തൊക്കെയോ ആണെന്ന് തോന്നിപ്പിക്കാനും ഒക്കെ നിങ്ങൾക്ക് വായിട്ടൊക്കെ അലക്കാം. പള്ളി മിനാരത്തിൽ നിന്ന് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നൊരു ശബ്ദം വരാനുണ്ട്. അതോടുകൂടി ഞാൻ നിങ്ങളൊക്കെ താഴോട്ട് പോവുകയാണ്. അവിടെയാണ് ഒരു വിശ്വാസിയുടെ യഥാർത്ഥ ജീവിതം തുടങ്ങുന്നതെന്നും കൂടി ഒന്ന് ഓർത്തു വെക്കുന്നത് നല്ലതാണ്. ഇനി ചിന്തിക്കാം. വീണ്ടും കാണാം.